ദൈവം മറച്ചു വച്ചത് മറന്നത് കൊണ്ടല്ല, മഹത്വത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമായി പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ഈ പകൽ ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. അങ്ങനെ വിശ്വസിക്കുക കേട്ടോ. ഈ പകൽ ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമുക്ക് വേണ്ടി ഈ പകൽക്കാലം തുറന്നു തരുമെന്ന് നിശ്ചയമായി നിങ്ങൾ വിശ്വസിക്കുക. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നേറാം. ഈ പകലും നിങ്ങളോട് ഒരു ദൈവിക സന്ദേശവുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ വാക്യമാണ്. ഇങ്ങനെ വായിക്കുന്നു: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനം. പ്രിയരെ, ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവം മറച്ചു വച്ചത് മറന്നതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ പ്രഭാതത്തിനകത്ത് ഒത്തിരി എക്സ്പെക്റ്റേഷനുകളോടെ എഴുന്നേറ്റ് വന്നവർ കണ്ടേക്കാം. അയ്യോ, ഈ പ്രഭാതം എങ്ങനെ തള്ളി നീക്കുമെന്ന് ആകുലതോടെ ഈ പ്രഭാതത്തെ വരവേറ്റവനും കണ്ടേക്കാം. പക്ഷേ ഞാൻ ആത്മനിറവിൽ നിങ്ങളെ നോക്കി പറയട്ടെ പ്രിയരെ, ദൈവം നമ്മെ ചില സീസണുകളിൽ മറച്ചു വയ്ക്കും. മറച്ചു വച്ചത് മറന്നത് കൊണ്ടല്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുക, അയ്യോ എന്നെ മാത്രം ദൈവം മറന്നു കളഞ്ഞു, വേറെ ആർക്കും ഇല്ലാത്ത പ്രതിസന്ധി എന്താ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം മറന്നത് കൊണ്ടാണോ, ദൈവം എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്, ഇതിനകത്തുനിന്ന് എനിക്കൊരു നന്മ ഇനി ഇല്ലയോ, ഇനി അതിനകത്തുനിന്നൊരു ദൈവപ്രവൃത്തി ഇല്ലയോ എന്നൊക്കെ നീ ചിന്തിക്കും. പക്ഷെ ദൈവം നിങ്ങളോട് നോക്കി ആത്മാവിൽ പറയുന്നു, ദൈവം മറന്നത് കൊണ്ടല്ല കുഞ്ഞ് നിന്നെ മറച്ചത്. ദൈവം നിന്നെ മറച്ചത് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ആ ദൂതനോട് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കാൻ കഴിയുമോ? ഈ മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് വേദനകൾ നൽകുന്നതാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, അതിനകത്തും ദൈവത്തിൻ്റെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നേ. ഒരു കർഷകൻ ഒരു വയലെല്ലാം ഭാഗമാക്കി വിതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിത്ത് നടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ക്രമീകരിച്ചിട്ട് മണ്ണിളക്കിയിട്ട് ആ വിത്ത് എന്ത് ചെയ്യും? മണ്ണിനകത്ത് ആഴത്തിൽ നടും. എന്നിട്ട് അതെന്ത് ചെയ്യും? മണ്ണ് കൊണ്ട് മൂടിയിടും അല്ലെങ്കിൽ മറച്ചിടും. ആ വിത്ത് ഒരിക്കലും നടുന്ന സമയത്ത് പുറത്ത് കാണാൻ കർഷകൻ ആഗ്രഹിക്കത്തില്ല, ആ മണ്ണ് കൊണ്ട് മറച്ചു വയ്ക്കും. അതുപോലെയാണ് ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്തും ദൈവം നമ്മെ ചിലയിടത്തൊക്കെ മറച്ചു വയ്ക്കും. നമ്മൾ ചിന്തിക്കുന്ന ദൈവം നമ്മളെ മറന്നത് കൊണ്ടാണ് ദൈവം മറച്ചത്. നോ. കൃഷിക്കാരൻ ഒരു വിത്തിനെ മറച്ചു വയ്ക്കുന്നത് അവനറിയാം, ചില സമയം കഴിയുമ്പോൾ ആ വിത്ത് ഒരു മരമായി പുറത്തു വരും, ആ വിത്ത് ഒരു ചെടിയായി പുറത്തു വരും, ആ വിത്തിനകത്തുനിന്ന് ചില നന്മകൾ പുറത്തു വരാനുണ്ട്. അതുപോലെ ദൈവം നിന്നെ നോക്കി പകൽക്കാലം പറയുക, നീയല്ലേ പറയുന്നത് ദൈവം നിന്നെ മറന്നെന്ന്? ഇല്ല കുഞ്ഞ്, ദൈവം നിന്നെ മറച്ചതാ. എന്തിനു വേണ്ടിയാ മറച്ചത്? ചില നന്മകൾ നിന്നിൽ നിന്ന് പുറത്തു വരാനുണ്ട്, ചില മഹത്വം നിന്നിൽ നിന്ന് പുറത്തു വരാനും, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ചില ഫേവറുകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാനുണ്ട്. ആരോ പറയുന്നു, ദൈവം എന്നെ മറന്നത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ഈ ഭാരം അനുഭവിക്കുന്നേ, ദൈവം എന്നെ മറന്നത് കൊണ്ടല്ലേ ഇന്ന് ഇന്നേ അനുഭവിക്കുന്നേ, ദൈവം എന്നെ മറന്നത് കൊണ്ടല്ലേ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ ദൈവം നിങ്ങളെ നോക്കി കൃത്യമായി പറയുക, കുഞ്ഞെ, ദൈവം നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ മറച്ചതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തന്റെ നിഴലിൻ കീഴിലും ദൈവം നിന്നെ മറയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയാ മറയ്ക്കുന്നേ? മറന്നത് കൊണ്ടല്ല, മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്, അനാഥയാണ്. അവളും ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്നത് പോലെ, കണ്ണുനീരോടെ കരയുന്നത് പോലെയൊക്കെ പറഞ്ഞിരിക്കാം. എൻ്റെ പ്രായമുള്ളവർ, എന്നെ സെയിം ഏജ് ഉള്ളവർ, അവർക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അവളെ കരുതാൻ എല്ലാ
എല്ലാവരും ഉണ്ട്. സ്നേഹിക്കാൻ അമ്മയുണ്ട്, കരുതാൻ അപ്പനുണ്ട്, ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ട്, നന്മകളൊക്കെ ഉണ്ട്. പക്ഷെ അവളുടെ ജീവിതം അനാഥത്വത്തിനകത്താണ്. ചേർത്ത് പിടിക്കാൻ ആരുമില്ല. സ്വന്തമെന്ന് പറയാൻ ഒരപ്പനോ അമ്മയോ ഒക്കെ ഇല്ല. നല്ല വസ്ത്രം ഒരുപക്ഷെ ഉണ്ടാകണമെങ്കിൽ, നല്ല ആഹാരം കഴിച്ച ദിവസങ്ങൾ അവളുടെ ജീവിതത്തിനകത്ത് വിരളമാണ്. അങ്ങനെയുള്ള ജീവിതത്തിനകത്തും എസ്തേർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ചിരിക്കുക, കർത്താവേ, നീ എന്നെ മറന്നല്ലോ. അവളുടെ ബാല്യം മുതൽ യൗവനം വരെയും അവൾക്ക് ഒരു കണ്ണുനീരാണ്, ഒരേ കരച്ചിലാണ്. എന്തിനു വേണ്ടിയാ? ദൈവം എന്നെ മറന്നല്ലോ, ദൈവം എന്നെ മറന്നല്ലോ. പക്ഷെ ദൈവം പറയും, കുഞ്ഞേ എസ്തേറേ, ഞാൻ നിന്നെ മറന്നതല്ല, ഞാൻ നിന്നെ മറച്ചതാണ്. എന്തിനു വേണ്ടിയാ ഞാൻ മറച്ചത്? എസ്തേർ പറയും, നീ അനാഥയായിരുന്നു, ഞാൻ അനാഥനായി, എൻ്റെ ജീവിതത്തിനകത്ത് ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. ദൈവം പറയില്ല കുഞ്ഞേ, ഞാൻ നിന്നെ മറച്ചത് എന്തിനെന്നറിയാമോ? ഈ അനാഥത്വത്തിനകത്തും എനിക്ക് നിന്നെ ഒരു മഹത്വമാക്കി മാറ്റാൻ പദ്ധതിയുണ്ട്. ദൈവം നിന്നെ നോക്കി, ആരോടൊക്കെ നോക്കി ദൈവം വ്യക്തമായി ഇടപെടുക. കുഞ്ഞേ, ഈ തകർച്ചയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്തും ദൈവത്തിന് നിന്നിൽ മഹത്വം വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ട്. നീ ഒറ്റപ്പെട്ടത്, നീ വേദനിച്ചത്, നീ ഞെരുങ്ങിയത് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. വചനം പറയുന്നു, എസ്തേർ മറഞ്ഞിരുന്നു, ദൈവം അവളെ മറച്ചു വെച്ചു. അവളുടെ ജീവിതത്തിനകത്ത് ആ മറഞ്ഞിരിക്കൽ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട വേദന, അനാഥത്വം ഒത്തിരി വേദന ജനിപ്പിച്ചതാണ്. പക്ഷെ ദൈവം പറയുന്നു, കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം വസ്തിയെ മാറ്റി എസ്തേറിനെ രാജ്ഞിയാക്കി മാറ്റി. ഇന്ന് പകൽ ചിന്തിക്കാൻ കഴിയുമോ? രാജാവ് കടിഞ്ഞാൽ, രാജാവ് ഏറ്റവും പ്രിയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനിയാക്കി എസ്തേറിനെ എന്നെ ദൈവം ഉയർത്തി. ഇന്ന് പകൽക്കാലം ഒരു വിത്ത് കർഷകൻ മറച്ചു വെച്ചത് തകർക്കാനല്ല, അതിനകത്തുനിന്നൊരു മുള പൊട്ടി ഒരു വൃക്ഷമായി മാറുന്നൊരു സീസണുണ്ട്. അതിൽ നിന്ന് മഹത്വം വെളിപ്പെടുന്ന, ഫലങ്ങൾ വെളിപ്പെടുന്ന ഒരു സീസണാണ്. അതേപോലെയാണ് ദൈവം നിന്നെ മറച്ചത് മറന്നത് കൊണ്ടല്ല, മഹത്വം വെളിപ്പെടാനാണ്. എസ്തേറിനെ പോലെ ദൈവം നിന്നെ പുറത്തെടുക്കും. എസ്തേറിനെ പോലെ ദൈവം നിന്നെ ഉയർത്തും. എസ്തേറിനെ പോലെ നിന്നെ അർഹതയില്ലാത്ത ഇടത്തിരുത്തും. അർഹതയില്ലാത്ത ആരോഗ്യവും ആഹാരവും ദൈവം നിന്റെ മുമ്പിൽ വയ്ക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, അർഹതയില്ലാത്ത നന്മകൾ നിന്റെ കരത്തിൽ തരും. നീ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വാക്കിന് വില നൽകുന്ന നിന്റെ വാക്കിന് കാത്തിരിക്കുന്ന ഒരു ദേശത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. വിശ്വസിക്ക്, മറഞ്ഞത് മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ നിമിഷം കർത്തദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. സ്വർഗീയമല്ല കർത്താവേ, ഇന്നലകളിൽ ഞങ്ങൾ കരുതി നീ ഞങ്ങളെ മറന്നതാണ്. ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഞങ്ങളെ മറച്ചത് വേറൊന്നിനുമല്ല, മഹത്വം വെളിപ്പെടുത്താനെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. എസ്തേറിനെ ഉയർത്തിയതുപോലെ, റാംഥേരുകൾക്ക് യോബിന്റെ ജീവിതത്തെ ഇരട്ടിയാക്കി മാറ്റിയതുപോലെ, കാട്ടിൽ കിടന്ന ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ, ഇന്ന് പകൽക്കാലം ഒരു മഹത്വം ഈ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ പ്രഭാതം മുതൽ ചില ദൈവപ്രവർത്തികൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ സ്വർഗം ചെയ്യണം. സ്വർഗം അങ്ങനെ പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം ആരോടൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ തുടർമാനമായി സന്ദേശം ലഭിക്കാൻ ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ സന്ദേശം അനുഗ്രഹമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോടൊപ്പം നമുക്കൊരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ.